ചിന്നു പാപ്പു എന്ന് പറയുന്ന കാസർഗോഡിലുള്ള ഒരു ഇൻഫ്ലുവൻസർ, ഒരു പെൺകുട്ടി, ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ സുഹൃത്ത് ആത്മഹത്യ ചെയ്തു. സുഹൃത്ത് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമാണ് സൈബർ ആക്രമണം. എന്ന് വെച്ചാൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇവനാണ് ചെയ്തത്, ഇവനെന്തോ ചെയ്തിട്ടാണ്, ഇവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, സോഷ്യൽ മീഡിയ ഈ പണിയും തുരൊന്നും ഇല്ലാതെ വീട്ടിലിങ്ങനെ റൂമിലിരിക്കുമല്ലോ, ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് നോക്കി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കും കുറേ താളികൾ. ഇപ്പം എനിക്കും കുറേ തെറിയൊക്കെ ഇപ്പം ഇങ്ങനെ തെറി പറയുന്ന ആൾക്കാർ കൂട്ടമായിട്ട് ചേർന്നിട്ട് അങ്ങോട്ട് ആക്രമിച്ച്, ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, എത്രയോ സന്ദർഭങ്ങളിൽ എത്രയോ ആളുകൾ ഈ സൈബർ ആക്രമണം നേരിട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ വിളിക്കുന്ന തെറികൾ, ഫേക്ക് അക്കൗണ്ടിൽ വന്ന് വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ അല്ല, നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടാൽ അപ്പോഴേക്കും നമ്മൾ ജഡ്ജ് ചെയ്തിട്ടാണ് പോയിട്ട് തെറി വിളിക്കുന്നത്. അങ്ങനെ തെറി വിളിച്ച് നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരാളെ കൊന്നു. ഈ തെറി വിളിക്കുന്നവരുടെ കാര്യം പറയുന്നത്, എല്ലാവരുടെ കാര്യമല്ല. ഇപ്പോൾ എൻ്റെയൊക്കെ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് കുറേ എണ്ണം തെറി വിളിക്കുമായിരുന്നു, ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യമൊക്കെ തെറി വിളിക്കുമ്പോൾ നമുക്ക് നല്ല വിഷമമാണ്. നമ്മളിങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് നമ്മളെ തെറി വിളിക്കുന്നല്ലോ എന്ന് നമ്മൾ വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളൊക്കെ എന്ത് വിളിച്ചാലും ഒരു ഇതുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ലി ചേരുന്നത് ശരിക്കും പറഞ്ഞ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വന്ന് തെറി വിളിക്കുന്നവർക്ക് ചേരും. അപ്പോൾ നീയൊക്കെ എത്ര നന്നായി തെറി വിളിച്ചാലും എനിക്ക് ഏശില്ല. ഇപ്പോൾ എന്നെപ്പോലെ ആയിരിക്കണം എന്നില്ല പല ആൾക്കാരും. പലർക്കും ഈ ചീത്ത വിളിക്കുന്ന മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന ആലോചിച്ച് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോ ആളുകളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കണം, അവിടെ ഒരു 1000 പേര് അല്ലെങ്കിൽ 5000 പേരുണ്ടെന്ന് വെക്കാം. ആ 5000 പേരിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരിക്കലും അവർ തെറി വിളിക്കില്ല, അവരവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും. അവർ തെറി വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം എക്സ്പോസ് ആവുമെന്നറിയാം. പക്ഷേ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത, ഇവന്മാർക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്നിട്ട് തെറി വിളിക്കുക, ആരും ഉപദ്രവിക്കില്ലല്ലോ. ആ ഒരു സ്വാതന്ത്ര്യം ഇവന്മാർക്കുണ്ട്. അതായത് ജീവിതം വെറുത്തവന്മാർ, സ്വയം വെറുത്തവന്മാരാണ്, വേറെ പണിയൊന്നുമില്ല. പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ മറുപടി ഇല്ലാത്തവൻ്റെ ആയുധമാണ് തെറിയെന്ന്. അതായത് നമ്മളൊരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ, ഒരു ആശയം പറയുമ്പോൾ, ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെതിരെ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ആ ആശയം തെറ്റാണെന്ന് നമുക്ക് ഖണ്ഡിച്ച് സംസാരിക്കാം. പക്ഷേ ഇതൊന്നുമില്ല, നേരെ തെറിയാണ്. പൂവും കായൊക്കെ കൂട്ടിയിട്ട് തെറി. ഇവന്മാരുടെ വിചാരം ഈ തെറി നിങ്ങൾക്ക് മാത്രം വിളിക്കാൻ അറിയുള്ളൂ, നമുക്ക് വിളിക്കാൻ അറിയില്ല എന്നല്ല. നമുക്ക് വിളിക്കാൻ അറിയേണ്ടല്ല. നിങ്ങൾ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ സ്റ്റാൻഡേർഡാണ്.